ആവശ്യമുള്ള സാധനങ്ങളെന്ന് പറയുന്നത് ഒരു അര സവാള, ഒരു 3/4 തക്കാളി, പിന്നെ ഞാനിവിടെ പോർക്ക് എടുത്തിട്ടുണ്ട്. പോർക്ക് എന്ന് പറയുന്നത് ലെഫ്റ്റ് ഓവർ കറിയാണ്. അതിനെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4-5 തണ്ടോളം വേപ്പില, 2 പച്ചമുളക്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന എല്ലാ സാധനങ്ങളും ഈ സവാളയും തക്കാളിയും പിന്നെ നമ്മുടെ ഇറച്ചിയും വേപ്പിലയും പച്ചമുളകും എല്ലാം കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടി ഒരു ബൗളിലേക്ക് എല്ലാം കൂടെ ആഡ് ചെയ്യാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ഞാനിവിടെ എടുത്തേക്കുന്നത് ഏകദേശം ഒരു 1/4 ടീസ്പൂൺ ഏകദേശം എടുത്തേക്കുന്നത്. പിന്നെ അതിനകത്തേക്ക് ഒരു കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഊത്തപ്പം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ചൂടായ ഒരു പാനിലോട്ട് നമ്മുടെ ദോശമാവ് ഒഴിച്ച് കൊടുക്കുക. ഭയങ്കര തിന്നായിട്ട് ഒഴിച്ച് കൊടുക്കണ്ട, ജസ്റ്റ് ഒരു ലൈറ്റായിട്ട് ഇച്ചിരി തിക്കായിട്ടിരിക്കുന്ന രീതിയിൽ ഒഴിച്ച് കൊടുക്കുക. ഈ ദോശമാവിലേക്ക് നമുക്ക് ഒരു കുറച്ച് ബബിൾസ് വന്ന് തുടങ്ങുമ്പോൾ അതിൻ്റെ മീതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന എന്താണോ അതിടാം. ഇപ്പം നമുക്ക് ഇറച്ചിയില്ല എന്നുണ്ടെങ്കിൽ ഓണിയൻ ഊത്തപ്പമായിട്ട് ജസ്റ്റ് സവാള മാത്രമായിട്ടുള്ളതിടാം. കുറച്ച് ഉപ്പിട്ട് എടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് പോർക്കും കൂടി ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ അതോടെ ആഡ് ചെയ്തു. ഇനി ഇത് മിക്സ് ഇട്ട് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് തവി വെച്ചിട്ട് അതിൻ്റെ മീതി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ലൈറ്റായിട്ട്. കാരണം നമ്മൾ ഫ്ലിപ്പ് ചെയ്യുന്ന സമയത്ത് അത് പാനിൽ അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കാനോ അല്ലെങ്കിൽ അത് വിട്ടു പോരാനോ ചാൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആ മാവിലോട്ട് ലൈറ്റായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് 2 മിനിറ്റോളം ഏകദേശം മൂടി വെച്ചിട്ട് അതൊന്ന് പയ്യെ ലൈറ്റായിട്ട് കുക്കാവുന്നവരെ അതിന് വയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ മീതിലേക്ക് ഒന്നെങ്കിൽ എണ്ണ അല്ലെങ്കിൽ നെയ്യ്, ഞാനിപ്പോൾ ഇവിടെ ഗീ ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഏകദേശം ഒരു 2 ടീസ്പൂണോളം ഗീ ഇതിൻ്റെ മീതി ഒന്ന് ഒഴിച്ച് കൊടുക്കാം. എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം. എന്നിട്ട് നമുക്കതിനെ മറിച്ചിടാം. മറിച്ചിട്ടിട്ട് ഏകദേശം 1 to 2 മിനിറ്റ്സോളം വീണ്ടും ഒന്ന് ആ സൈഡ് കുക്കാവുന്നവരെ മീഡിയം ഫ്ലെയിമിട്ട് അത് വയ്ക്കാം.